SSC മുഖാന്തരം പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം നിങ്ങൾക്ക് +2 മതി. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതിന് പരീക്ഷയിൽ മാത്സ് വരുന്നില്ല, ബാക്കിയുള്ള GK അതുപോലെ തന്നെ റീസണിങ്, പിന്നെ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ്. ഇത്ര സബ്ജക്റ്റേ നമുക്ക് പരീക്ഷയിൽ വരുന്നുള്ളൂ. കേരളത്തിൽ ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. യോഗ്യതയുള്ള മിനിമം +2 മതി. അപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള SSCൻ്റെ സ്റ്റെനോഗ്രാഫർ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. സിയും അതുപോലെ തന്നെ ഡിയും, ഗ്രേഡ് C അതുപോലെ തന്നെ D തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 26/7/2024 മുതലാണ്. ഏകദേശം 17/8/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് 17/8/2024. പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസം എക്സ്ട്രാ തരുന്നുണ്ട് ഫീസ് അടക്കാനായിട്ട്. എല്ലാവരും ഫീസ് അടക്കേണ്ട. ഒരു ദിവസം 18/8/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് SSC നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കുമ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ 27/8/2024 മുതൽ 28/8/2024 വരെ തിരുത്തുവാനുള്ള 2 ദിവസത്തെ ഗ്യാപ്പും കൂടി നൽകുന്നുണ്ട്. പിന്നെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ-നവംബർ 2024 എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു ഡേറ്റിൽ, അതായത് ഈ ഒരു മാസങ്ങളിലായിട്ട് മറ്റ് അനേകം അപ്ഡേറ്റുകൾ, എക്സാമിൻ്റെ അപ്ഡേറ്റുകൾ SSCക്ക് പുറമെ മറ്റനേകം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അവസരം തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്നത്. പിന്നെ ഇതിന് മാത്സ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം നന്നായിട്ടൊന്ന് ട്രൈ ചെയ്താൽ ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണിത്. ഇനി നമുക്കിതിൻ്റെ പ്രായപരിധി നോക്കാം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 2 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Cയിലേക്ക് അപേക്ഷിക്കാൻ 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 2/8/1994 അതുപോലെ തന്നെ 1/8/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഡിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക്, അതായത് ഗ്രേഡ് Dയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. 1/8/2024 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തി പ്രായം കണക്കാക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് കണക്കാക്കുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 2/8/1997 1/8/2006 ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഗ്രേഡ് Dയിലേക്ക്. അതുപോലെ തന്നെ ഗ്രേഡ് Cയിലേക്ക് അപേക്ഷിക്കാൻ ഈ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് സാധിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതി. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് +2 സ്റ്റാൻഡ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ കീഴിൽ നിന്ന്. NIOS ഒക്കെ പഠിച്ചവർക്കും അപേക്ഷിക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മിനിമം +2 മതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് SSCൻ്റെ. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയുണ്ട്. അത് SC ST അതുപോലെ തന്നെ ഫീമെയിൽസ് എക്സ് സർവീസ് മാൻ ഇവരൊന്നും അടക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്ന പുരുഷന്മാരായിരിക്കും ഈ ഫീസ് അടക്കേണ്ട വരിക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വുമൻസ്, SC ST അതുപോലെ തന്നെ PW BD പിന്നെ എക്സ് സർവീസ് മാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരൊന്നും ഈ ഒരു ഫീസ് അടക്കേണ്ട. ബാക്കിയുള്ളവരാണ് അടക്കേണ്ട വരിക എന്ന് ശ്രദ്ധിക്കുക. പിന്നെ കറപ്ഷൻ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ട് അത് തിരുത്തുന്ന സമയത്ത് അതിനൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 200 രൂപ അതിന് എല്ലാവരിൽ നിന്നും ഈടാക്കും. അതുകൊണ്ട് തെറ്റുകൾ വരാതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൽ എക്സാം നടക്കുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ എറണാകുളം, അതുപോലെ തന്നെ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്, അതായത് ജില്ലകളിൽ വെച്ചിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. അതായത് SSCൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ, അവിടെ വെച്ചിട്ടായിരിക്കും പരീക്ഷ നടത്തുന്നത്. പിന്നെ സ്കീം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മാത്സ് പറയുന്നില്ല. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്കിനാണ് ലഭിക്കുന്നത്. 15 ക്വസ്റ്റ്യൻ 50 മാർക്കിനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ കാണാൻ സാധിക്കും. 100 ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ് പറയുന്നത്. അവിടെ നമ്മുടെ മാത്സും കൂടി കവർ ചെയ്തിട്ടാണ് ഇംഗ്ലീഷിലേക്ക് ഇട്ടിട്ടുള്ളത്. അതായത് മാത്സ് ഇല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് എഴുതേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 50 ക്വസ്റ്റ്യൻ വേണ്ടി അടുത്ത് 100 ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ 4 പാർട്ട് ഉണ്ടാവും SSCൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ ഇതിൽ 4ാമത്തെ മാത്സിൻ്റെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ അവിടെ പകരം വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണെന്ന് ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പരീക്ഷ എഴുതാം.
അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 0.25 മാർക്കാണ് ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. പിന്നെ 15ാമത്തെ പേജ് മുതൽ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിറ്റേഷൻ ഫോർ 10 മിനിറ്റ്സിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അറ്റ് ദി സ്പീഡ് ഓഫ് 100 വേർഡ് പെർ മിനിറ്റിൽ 100 വേർഡ് പെർ മിനിറ്റിൽ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്നത് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിൻ്റെതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 80 വേർഡ് പെർ മിനിറ്റിൽ ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 80 വേർഡ് പെർ മിനിറ്റിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്റ്റ് ആണ്. ട്രാൻസ്ക്രിപ്റ്റും ഡിറ്റേഷനും ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റെനോഗ്രാഫിയിൽ നിങ്ങൾക്ക് മിനിമം ഒരു നോളജ് ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മാത്സ് ഇല്ല, പക്ഷേ സ്റ്റെനോഗ്രാഫിയിൽ നിങ്ങൾക്ക് ചെറിയൊരു നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ ഫോളോയിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് എത്ര മിനിറ്റ് ഇംഗ്ലീഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ 50 ആണ്. പിന്നെ സ്ക്രൈബ് ഉള്ളവർക്ക് അതിൻ്റെ ടൈം ഡ്യൂറേഷനും കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ടൈം നമുക്ക് തരുന്നുണ്ടെന്നുള്ളത്. ഇംഗ്ലീഷിന് 50 ആണ്. അതുപോലെ തന്നെ ഹിന്ദിക്ക് 65 മിനിറ്റ് ആണ് നൽകപ്പെടുന്നത്. അത് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക്. ഇനി സി പോസ്റ്റിലേക്ക് ഇംഗ്ലീഷിന് 40 മിനിറ്റ് നൽകപ്പെടും. ചെയ്യേണ്ട സമയമാണ് ഇവിടെ നൽകുന്നത്. എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം ആയിട്ട് നമുക്കിത് കണക്ക് കൂട്ടാം. സ്കിൽ ടെസ്റ്റ് ആണ് എങ്കിലും ഒരു എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നേരത്തായി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നമ്മളിതിൻ്റെ യോഗ്യത പറഞ്ഞു, ഏജ് ലിമിറ്റ് പറഞ്ഞു, പരീക്ഷ നടക്കുന്ന സെൻറ്റർ പറഞ്ഞു, എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ചുരുക്കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഇത് യോഗ്യതയുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതായത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.